എല്ലാവർക്കും നമസ്കാരം. മഹാഭാരത ഹൃദയത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നിരവധി വീഡിയോകളിലായിട്ട് ശ്രീ മഹാഭാരതത്തിൻ്റെ ആദ്യ സംഭവ പർവവും സഭാപർവവും നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇന്നേ വരെ ശ്രോതാക്കൾ തന്ന എല്ലാ സഹകരണത്തിനും വളരെയധികം നന്ദിയുണ്ട്. ഇനിയും ധാരാളം ആളുകൾ ഇത് കേൾക്കട്ടെ. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. അതുപോലെ ഇത് കേൾക്കുന്ന ആളുകൾ, കാണുന്ന ആളുകൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും സഹകരിക്കുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വനപർവം എന്ന് പറയുന്ന മൂന്നാമത്തെ പർവ്വത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതുവരെ നമ്മൾ കേട്ടത് മഹാഭാരതത്തിലെ പ്രസിദ്ധങ്ങളായ കഥ, അതിൻ്റെ മുഖ്യ കഥ പാണ്ഡവ കൗരവ കഥ ആയിരുന്നെങ്കിൽ വനപർവം കഥകൾ മാത്രമല്ല, മഹാഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകഥകളും ഉപദേശങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണ് വനപർവം. ഇതുപോലെ ഉപദേശങ്ങൾ നമ്മൾ ഇനി കേൾക്കുക യുദ്ധമൊക്കെ കഴിഞ്ഞ് ശാന്തി പർവ്വത്തിലാണ്. അവയ്ക്കിടയിൽ അതിഗംഭീരമായ ഘോരമായ യുദ്ധത്തിൻ്റെ വർണ്ണനയാണ്. അപ്പോൾ വനപർവ്വത്തിൽ പാണ്ഡവന്മാർ ചെയ്യുന്ന വനവാസം അത് വലിയൊരു സത്സംഗവും ഒരു തീർത്ഥയാത്രയുമാക്കി അവർ അതിനെ മാറ്റി എന്നുള്ളതാണ് വനപർവ്വത്തിൻ്റെ വിശുദ്ധി എന്ന് പറയാം. ഇവിടെ ഈ പർവ്വത്തിന് ആരംഭത്തിൽ കഥ കേട്ടുകൊണ്ടിരുന്ന ആ ജനമേജയ രാജാവ് കഥ പറയുന്ന വൈശമ്പായനോട് ചോദിക്കുകയാണ്, എൻ്റെ പൂർവ്വ പിതാമഹന്മാർ ദുഷ്ടന്മാരായ കൗരവന്മാരാൽ ആട്ടിപ്പുറത്താക്കപ്പെട്ട് കാട്ടിലേക്ക് പോയപ്പോൾ എങ്ങനെയാണ് അവർ ജീവിച്ചത്, എങ്ങനെയാണ് അവർ 12 വർഷം ചെലവഴിച്ചത്, എന്താണ് അവർ കഴിച്ചത്, എന്താണ് ഉടുത്തത്, എങ്ങനെയാണ് അവർ പെരുമാറിയത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ വൈശമ്പായനൻ പറയുന്നു, ഹസ്തനപുരി വിട്ട് പാണ്ഡവന്മാർ നേരെ വടക്കോട്ടാണ് പോയത്. ആയുധധാരികളായിട്ടാണ് അവർ പോയത്. കൂടെ പാഞ്ചാലി ഉണ്ടായിരുന്നു. അവരെ അനുഗമിച്ചുകൊണ്ട് ഇന്ദ്രസേനൻ മുതലായിട്ടുള്ള 14ഓളം ഭൃത്യന്മാരും അവരുടെ കൂടെ കുറേ സ്ത്രീകളും തേരിൽ കയറിയിട്ട് അവരെ അനുഗമിച്ചു എന്നാണ്. അതുപോലെ ഹസ്തനപുരിയിലുള്ള പൗരന്മാർ എല്ലാവരും തന്നെ യുധിഷ്ഠിര മഹാരാജാവിനെ അനുഗമിച്ചുകൊണ്ട് പണ്ട് ശ്രീരാമനെ വനയാത്രയിൽ അയോധ്യാവാസികൾ അനുഗമിച്ചതുപോലെ അനുഗമിച്ചുകൊണ്ട് അവരുടെ പുറകെ പോവുകയും ഭീഷ്മർ, ദ്രോണർ, കൃപർ, അതുപോലെ നമ്മുടെ വിതുരർ മുതലായിട്ടുള്ള കുരുവൃദ്ധന്മാരായ ആളുകളെക്കുറിച്ച് അവർ വളരെയധികം ദോഷം പറയുകയും ചെയ്തു. നമ്മുടെ കുലവും നമ്മുടെ ഗൃഹവും നമ്മുടെ ധർമ്മം ഒക്കെ തന്നെ നശിച്ചു പോയിരിക്കുന്നു. ഈ ഹസ്തനപുരിയിൽ ഇനി അതൊന്നും സുരക്ഷിതമല്ല. കാരണം ഇനി ഇവിടെ ദുഷ്ടാത്മാവായ ദുര്യോധനനാണ് രാജ്യം ഭരിക്കുന്നത്. ദുര്യോധനനാകട്ടെ ഗുരുദ്വേഷിയാണ്, തെക്താചാരൻ, ആചാരങ്ങൾ ലംഘിച്ചവനാണ്, അർത്ഥലുബ്ധനാണ്, ധനക്കുതിയനാണ്, നീചനാണ്, പ്രകൃതി നിർഘൃണനാണ്. സ്വഭാവം കൊണ്ട് തന്നെ ജന്മനാ തന്നെ ദുഷ്ടസ്വഭാവമുള്ളവനാണ്. അതുകൊണ്ട് അവൻ്റെ ഭരണത്തിൽ ഈ നാട് മുഴുവനായി നശിച്ചു പോകും. അതുകൊണ്ട് നമുക്കും പാണ്ഡവന്മാരുടെ കൂടെ പോകാം എന്നാണ് അവർ ചിന്തിച്ചതും പ്രവർത്തിച്ചതും. എന്നിട്ട് അവർ പാണ്ഡവന്മാരുടെ മുന്നിൽ ചെന്ന് തൊഴുകയായിട്ട് പറയുകയാണ്, നിങ്ങൾ ഉള്ളയിടത്ത് തന്നെ ഞങ്ങളും താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ഞങ്ങളും നിങ്ങളുടെ കൂടെ വരികയാണ്. നിങ്ങളുടെ അവസ്ഥയോർത്ത് വളരെയധികം ദുഃഖിക്കുന്നവരായ ഞങ്ങളും നിങ്ങളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ അനുവാദം തരണം, ഞങ്ങളെ ഉപേക്ഷിച്ച് കളയരുത്. ദുഷ്ടനായ ഒരു രാജാവിൻ്റെ കീഴിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അതിന് കാരണം? വസ്ത്രമാപസ്ഥിലാൻ ഭൂമിം ഗന്ധോ വാസയതേ യഥാ പുഷ്പാണാമധിവാസേന തഥാ സംസർഗജാ ഗുണ. ആ ഹസ്തനപുരവാസികളായിട്ടുള്ള ജനങ്ങൾ എത്ര അറിവുള്ളവരാണെന്ന് ആലോചിച്ച് നോക്കൂ. അവർ പറയുകയാണ്, ഒരു പുഷ്പത്തിൻ്റെ സംസർഗം കൊണ്ട് വസ്ത്രം, അതുപോലെ എള്ള്, അതുപോലെ ഭൂമി, ജലം മുതലായ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഗന്ധമുണ്ടാകുന്നു, മണമുണ്ടാകുന്നു. അതുപോലെ സംസർഗജമാണ് ഗുണങ്ങൾ. സംസർഗം കൊണ്ടാണ് ഗുണദോഷങ്ങൾ ഉണ്ടാകുന്നത്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും, കല്ലിനുമുണ്ടാകും ഒരു സൗരഭ്യം. അതുകൊണ്ട് ഞങ്ങൾ സജ്ജനങ്ങളുടെ കൂടെ കഴിയാൻ ആഗ്രഹിക്കുന്നു. ദുർജനങ്ങളുടെ കൂടെ കഴിഞ്ഞാൽ ഞങ്ങളിലും അധർമ്മം വന്നു ചേരും, ദുഷ്ടവാസനകൾ വന്നു ചേരും. അതുകൊണ്ട് ധർമ്മത്തെ അനുഗമിക്കുക. സാധുസംഘം കൊണ്ട് മാത്രമേ നമുക്ക് ധർമ്മത്തെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. മൂഢരുടെ കൂടെ കഴിഞ്ഞാൽ നമ്മൾ മോഹജാലങ്ങളിൽ പെട്ടുപോകും. അതുകൊണ്ട് അഹന്യഹനി ധർമ്മസ്യയോനി സാധു സമാഗമ. വനപർവ്വതത്തിൽ ഇങ്ങനെ ഒരുപാട് നല്ല സൂക്തികൾ കാണാം, സുഭാഷിതങ്ങൾ കാണാം. ആ സുഭാഷിതങ്ങളൊക്കെ തന്നെ നമ്മൾ ഓർമ്മിച്ച് വെച്ച് പഠിച്ചു വയ്ക്കേണ്ടവയാണ്. ജീവിതത്തിൽ നമുക്കത് ആവശ്യം വരുന്നവയാണ്. അഹന്യഹനി ധർമ്മസ്യയോനി സാധു സമാഗമ. ഓരോ ദിവസം പ്രതിദിനം ധർമാനുഷ്ഠാനത്തിൻ്റെ മൂല കാരണം എന്താണ്? സജ്ജന സംഗമമാണ്. അതുപോലെ
സജ്ജനങ്ങളിലുള്ള ഏതേത് ഗുണങ്ങളാണ് നമുക്ക് പ്രയോജനം ചെയ്യുന്നത്? യേഷാം ത്രീണ്യവതാതാനി വിദ്യാ യോനിശ്ച കർമ്മ ച തേ സേവ്യാഹ തൈ സമാസ്യാഹി ശാസ്ത്രേഭ്യോപിഗരീയസി. സജ്ജനങ്ങളുടെ 3 ഗുണങ്ങളാണ്: അവരുടെ വിദ്യ, അവരുടെ കുലമഹിമ, അവരുടെ കർമ്മങ്ങൾ. ഈ 3 കാര്യങ്ങളും ആണ് നമ്മൾ സേവിക്കേണ്ടത്. അവരുടെ കൂടെ ഇരിക്കുന്നത് ശാസ്ത്രപഠനം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ശാസ്ത്രപഠനത്തിന് ഒരുപാട് മാനസികമായ അഭ്യാസം ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് ക്ലേശങ്ങളുണ്ട്. സജ്ജന സംഘം എന്ന് പറയുന്നത് നമുക്ക് വളരെ അനായാസമായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അതിലൂടെ നമുക്ക് എല്ലാ തരത്തിലുള്ള ശ്രേയസ്സും ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അസത്തുക്കളുടെ കൂടെ ഇരിക്കരുത്, അവരെ കാണരുത്, അവരുമായിട്ട് സംവദിക്കരുത്. അതൊക്കെ നമുക്ക് നമ്മുടെ ധർമ്മം നശിക്കാനിടയാക്കും. അതുകൊണ്ട് ഗുണവന്മാരായ നിങ്ങളുടെ കൂടെ കഴിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് തൊഴുകയുമായിട്ട് ജനങ്ങൾ പറഞ്ഞപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു, ഞങ്ങൾക്ക് ഇല്ലാത്ത ഗുണങ്ങൾ കൂടി നിങ്ങൾ ഞങ്ങളിൽ ആരോപിക്കരുത്. ഞങ്ങൾ വാസ്തവത്തിൽ നിങ്ങളുടെ സ്നേഹാനുകമ്പ കണ്ടിട്ട് സന്തോഷിക്കുന്നവരാണ്. നിങ്ങൾക്ക് എന്നോട് യഥാർത്ഥ സ്നേഹവും അനുകമ്പയും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുരുവൃദ്ധരായ ഭീഷ്മരും വിതുരരും അവിടെ നാട്ടിലുണ്ട്, എൻ്റെ അമ്മയും അവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുള്ള സ്നേഹം അവരോട് കാണിച്ച് അവരെ കൂടി നിങ്ങൾ രക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ സ്നേഹത്തോടു കൂടി ഞാൻ പറയുന്നു, തിരിച്ചു പോകൂ എന്ന്. നിങ്ങൾ എൻ്റെ സ്വജനങ്ങളെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ജനങ്ങൾ കൈകൂപ്പി പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അവർ കൂട്ടക്കരച്ചിൽ നടത്തിക്കൊണ്ട് ആ രാജാവേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് ഒടുവിൽ ആ രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട്, നിർദ്ദേശമനുസരിച്ച് അവർ മടങ്ങിപ്പോവുകയാണ്. അങ്ങനെ പാണ്ഡവന്മാർ പിന്നീട് കാട്ടിലേക്ക് തന്നെ വടക്കു ഭാഗത്തേക്ക് നടന്ന് ഗംഗാതീരത്തെത്തി. അവിടെ പ്രമാണം എന്നു പേരുള്ള ഒരു വലിയ വടവൃക്ഷത്തിന് ചുവട്ടിലാണ് കഴിഞ്ഞത്. അവരുടെ കൂടെ കുറേ ബ്രാഹ്മണരും അനുഗമിക്കുന്നുണ്ടായിരുന്നു. ആ ബ്രാഹ്മണരും അവരുടെ ചില ബന്ധുക്കൾ, പിന്നെ അവരുടെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവരിൽ സാഗ്നയോ ഓനഗ്നശ്ചൈവ, അഗ്നിഹോത്രം ചെയ്യുന്നവരും ചെയ്യാത്തവരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഏതായാലും അവരൊക്കെ ചേർന്ന് ഈ വടവൃക്ഷത്തിന് ചുവട്ടിൽ പാണ്ഡവന്മാർക്ക് കൂട്ടിരുന്ന് സന്ധ്യാസമയമായപ്പോൾ അവർ അഗ്നി ജ്വലിപ്പിച്ച് അഗ്ന്യാധാനം ചെയ്തിട്ട് അവരെന്ത് ചെയ്തു? വേദമന്ത്രങ്ങൾ ചൊല്ലി ഹോമങ്ങളൊക്കെ ചെയ്ത് യുധിഷ്ഠിര മഹാരാജാവ് പാണ്ഡവന്മാർക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് അവർ ആശ്വാസ വാക്കുകൾ പറഞ്ഞ് രാത്രി മുഴുവൻ അവരെ ആനന്ദിപ്പിച്ചുകൊണ്ട് വിനോദമുണ്ടാക്കിയെന്നാണ്. അങ്ങനെ ആ രാത്രി കഴിച്ചു കൂട്ടി. വെള്ളം മാത്രം കഴിച്ചിട്ടാണ് പാണ്ഡവന്മാർ അന്ന് കഴിഞ്ഞത്. ദുഃഖം കൊണ്ടും മറ്റും ആയിരുന്നു അത്. പിറ്റേന്ന് രാവിലെ അവർ വടക്കോട്ട് വീണ്ടും കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ ബ്രാഹ്മണർ മുന്നിൽ ഇറങ്ങി നടക്കുകയാണ്. ഭിക്ഷാന്തേശികളായി ഈ ബ്രാഹ്മണർ മുന്നിൽ നടക്കുമ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് അവരോട് പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ, ഞങ്ങൾക്ക് രാജ്യമില്ല, ഐശ്വര്യമില്ല, ധനവുമില്ല, എല്ലാം തന്നെ ശത്രുക്കൾ തട്ടിപ്പറിച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾ തന്നെ ഈ കാട്ടിൽ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഫലമൂലങ്ങൾ കഴിച്ചിട്ടാണ്. ഞങ്ങൾക്കുള്ള ഫലമൂലങ്ങൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും ആഹരിച്ച് എങ്ങനെയെങ്കിലും ശേഖരിച്ചു കൊള്ളാം. പക്ഷേ നിങ്ങൾ ബ്രാഹ്മണർ ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പട്ടിണി കിടാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാർ ഈ ഫലമൂലങ്ങൾ ആഹരിക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ളതും കൂടി അവർ ശേഖരിക്കേണ്ടി വരും. അവരിപ്പോൾ തന്നെ ഈ ഭാര്യയെ അപമാനിച്ചതിലും ധനം നഷ്ടപ്പെട്ടതിലൊക്കെ ദുഃഖിതന്മാരെ കഴിയുന്ന ആളുകളോട് ഞാൻ എങ്ങനെയാണ് പുതിയ പുതിയ ജോലികൾ ഏൽപ്പിക്കുക എന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ ഞങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ നിങ്ങളെ കൂടി ഞങ്ങൾ എങ്ങനെയാണ് സംരക്ഷിക്കുക എന്ന് ഓർത്തിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ തിരിച്ചു പോകൂ. അപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞു, നിങ്ങളുടെ വഴി തന്നെയാണ് ഞങ്ങൾക്കും വഴിയായിട്ടുള്ളത്. നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിക്കരുത്. ഞങ്ങൾ നിങ്ങളുടെ ഭക്തന്മാരാണ്, സദ്ധർമ്മദൃശ്യകളാണ്, ധർമ്മം കാണിച്ചു തരുന്നവരാണ്. ഞങ്ങളോട് അങ്ങ് അനുകമ്പ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാനും നിങ്ങളുടെ ഭക്തനാണ്, ഞാൻ ബ്രാഹ്മണ ഭക്തനാണ്. പക്ഷേ എനിക്കിപ്പോൾ സഹായ സാമഗ്രികളില്ല. ഞങ്ങൾക്കുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം. പക്ഷേ നിങ്ങളെ കൂടി രക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണല്ലോ. അതോർത്തിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, തിരിച്ചു പോകൂ. ബ്രാഹ്മണർ പറഞ്ഞു, ഞങ്ങളെ ഓർത്ത് അങ്ങ് വിഷമിക്കേണ്ടതില്ല. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം. അതോടൊപ്പം നല്ല നല്ല കഥകൾ പറഞ്ഞ് നിങ്ങളെ രസിപ്പിക്കുകയും ചെയ്യാം. കഥാഭിശ്ചാഭിരാമാഭി സഹരം സ്യാമഹേ വയം. നല്ല മനോഹരമായ കഥകൾ പറഞ്ഞ് അങ്ങനെ രസിപ്പിച്ചു കൊള്ളാം. ഇതുതന്നെയാണ് പണ്ട് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ വനത്തിൽ കൊണ്ടുപോയപ്പോൾ കഥാഭിരഭിരാമാഭിഹി അഭിരാമവും നൃപാത്മജവും എന്ന് വാൽമീകി പറഞ്ഞിരിക്കുന്നത്. അഭിരാമങ്ങളായ മനസ്സിനെ അഭിരമിപ്പിക്കുന്ന കഥകൾ ഞങ്ങൾ പറഞ്ഞു തരാം എന്ന് ബ്രാഹ്മണർ വാക്ക് കൊടുക്കുകയാണ്. യുധിഷ്ഠിരൻ പറഞ്ഞു, അതൊക്കെ എനിക്കും ഇഷ്ടമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഇല്ലായ്മ കാരണമാണ്, ഒന്നുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സ്വയം ഭക്ഷണം ആഹരിച്ച് ജീവിക്കുന്ന ബ്രാഹ്മണരെ കാണുന്നത് വലിയ ദുഃഖമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന ദുഃഖം കൊണ്ടാണ് ഈ നിങ്ങളുടെ സ്നേഹത്തെ ഞാൻ ഇപ്പോൾ സ്വീകരിക്കാതിരിക്കുന്നത്. വാസ്തവത്തിൽ ആ കൗരവന്മാർ എത്ര ദുഷ്ടന്മാരാണ്, എത്ര പാപികളാണ് എന്ന് ആലോചിക്കുമ്പോൾ വലിയ പ്രയാസം തോന്നുന്നു എന്ന് പറഞ്ഞ് ദുഃഖത്തോടു കൂടി മഹാരാജാവ് ആ വടവൃക്ഷത്തിന് ചുവട്ടിൽ തന്നെ ഇരുന്നു.
നിലത്ത് ഇരുന്നു. അപ്പോൾ അവിടെ സാഖ്യവും യോഗവും ഒക്കെ പഠിച്ച അവയിൽ നിഷ്ണാതനായ ശൗനകൻ എന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ, അധ്യാത്മവാദങ്ങളിൽ രതനായിരിക്കുന്ന, അധ്യാത്മ ദർശനത്തിൽ വളരെയധികം താല്പര്യമുള്ള ആ ശൗനക ബ്രാഹ്മണൻ പറയുകയാണ് യുധിഷ്ഠിര മഹാരാജാവിനോട്, ശോകസ്ഥാന സഹസ്രാണി ഭയസ്ഥാന ശതാനി ച ദിവസേ ദിവസേ മൂഢം ആവിശന്തി ന പണ്ഡിതം. ഒരു മനുഷ്യന് ശോകമുണ്ടാക്കുന്ന ആയിരക്കണക്കിന് അവസരങ്ങൾ, അതുപോലെ ഭയമുണ്ടാക്കുന്ന നൂറുകണക്കിന് അവസരങ്ങളുണ്ടാകും. ആ അവസരങ്ങളൊക്കെ തന്നെ മൂഢന്മാരായ, മോഹം ഉള്ള, വിവേകം നശിച്ചവരായ ആളുകൾക്ക് ആണ് ഭയമുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അവരെയാണ് അത് ബാധിക്കുന്നത്. പണ്ഡിതന്മാരെ അതൊന്നും ബാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അന്ധക്കരണത്തെ ശുദ്ധമാക്കാനും സ്ഥിരമാക്കാനും വേണ്ടിയിട്ട് പണ്ട് ജനകൻ പാടിയ ഒരു ഗീതയുണ്ട്. ജനക മഹാരാജാവ് ഉപദേശിച്ചതായ ഒരു ഗീത, അത് ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം. അങ്ങനെ ശൗനകൻ അവിടെ ഇരുന്നു കൊണ്ട് പാണ്ഡവന്മാർക്ക് ജനകഗീത ഉപദേശിക്കുകയാണ്. ഈ വനപർവ്വത്തിൽ ഇങ്ങനെ അനേകം ഉപദേശങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. എല്ലാ ശ്രോതാക്കളും അതുകൊണ്ട് കഥയിലുള്ള ആ വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഉപദേശങ്ങളിലേക്ക്, സൂക്തികളിലേക്ക്, സുഭാഷിതങ്ങൾ ശ്രദ്ധിക്കുകയും അവ പഠിക്കുകയും അവയെക്കുറിച്ച് നിരന്തരമായിട്ട് വിചാരം ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. മഹാഭാരതത്തിൽ കഥ മാത്രമല്ല, ഇത്തരം നിരവധി ഉപദേശങ്ങളും നമുക്ക് ജീവിതഗന്ധികളായിട്ടുള്ള, ജീവിതത്തിൽ ഉപയോഗപ്പെടുന്ന നിരവധി മാർഗദർശനങ്ങൾ, ഋഷിമാരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. എല്ലാവരും അതിനുവേണ്ടി കാതോർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.